നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണഗതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കുറേ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഹൂ വെൻറ്റ് എന്നൊക്കെ ഹൂ വെൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാക്കുകൾ. ഇത്തരം വാക്കുകളുടെ ഉപയോഗം എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു 10-12 വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നത് പോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വാക്കുകളും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ വാക്ക് വാട്ട് എന്നാണ്. വാട്ട് എന്താണ് വാട്ട് എന്ന വാക്കിനർത്ഥം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. എന്ത്. മലയാളത്തിൽ നമ്മൾ എന്ത് എന്നാണ് ചോദിക്കുന്നത്. എന്ത്. യെസ്. ഉദാഹരണമായിട്ട് താങ്കളുടെ പേരെന്താണ്. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് പറയുന്നത്. താങ്കളുടെ പേരെന്താണ്. വാട്ട്സ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വാട്ട്സ് യുവർ നെയിം. യെസ്. പിന്നെ വാട്ട്സ് യുവർ ഫാദർ. വാട്ട്സ് യുവർ ഫാദർ നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ് അച്ഛൻ്റെ ജോലി എന്നാണ് ചോദ്യം. എന്താണ് അച്ഛൻ്റെ ജോലി എന്നാണ് നമ്മൾ. വാട്ട്സ് യുവർ ഫാദർ. അച്ഛൻ്റെ ജോലി എന്താണ്. വാട്ട്സ് യുവർ മദേഴ്സ് നെയിം. നെയിം. അമ്മയുടെ പേരെന്താണ് ചോദ്യമാണ്. അമ്മയുടെ പേരെന്താണ്. പേര് എന്താണ്. അച്ഛൻ്റെ ജോലി എന്താണ്. ജോലി എന്താണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. വാട്ട് നമ്മൾ ചോദിക്കുന്ന ദിവസം വാട്ട് ഈസ് എന്ന് എഴുതുകയാണെങ്കിലും നമ്മൾ ഉച്ചരിക്കും വാട്ട്സ് യുവർ ഫാദർ. വാട്ട്സ് യുവർ മദർ. ഇത്തരം കാര്യം. വാട്ട്സ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് എഴുതുന്നത്. വാട്ട്സ് യുവർ നെയിം എന്നാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഡു യു വാണ്ട്. നമ്മൾ ചോദിക്കുകയാണ്. വാട്ട് ഡു യു വാണ്ട്. വാട്ട് ഡു യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. വാട്ട്സ് യുവർ എയിം ഇൻ യുവർ ലൈഫ്. വാട്ട്സ് യുവർ എയിം ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്. ലക്ഷ്യം എന്താണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വാട്ട്സ് യുവർ എയിം ഇൻ യുവർ ലൈഫ്. ഓക്കെ. വാട്ട്സ് യുവർ എയിം. എയിം മീൻസ് ലക്ഷ്യം എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വാട്ട്സ് ഉപയോഗിച്ച് പറയുന്നത്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. നെക്സ്റ്റ്, വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്. നിങ്ങൾ എന്തിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്ട് വിൽ യു ഡു. നെക്സ്റ്റ്, വാട്ട് വിൽ യു ഡു. നിങ്ങൾ എന്ത് ചെയ്യും ചോദ്യമാണ്. നിങ്ങൾ വരാൻ പോകുന്ന കാലത്ത് എന്ത് ചെയ്യും. എന്ത് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും ചോദ്യമാണ്. വാട്ട് വിൽ യു ഡു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്. എന്താണ് കുടിക്കാൻ നിങ്ങൾക്ക് താല്പര്യം. ഡു യു വാണ്ട് എ പർട്ടിക്കുലർ വാട്ടർ ഓർ വാട്ട് മേ ബി. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് എന്നാണ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് ചോദ്യമാണ്. നിങ്ങൾ എന്താണ് കുടിക്കാൻ. അപ്പോൾ വാട്ട് എന്ന വാക്കിനർത്ഥം എന്ത് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. നെക്സ്റ്റ്, വാട്ട്സ് യുവർ ട്രബിൾ ചോദ്യമാണ്. വാട്ട്സ് യുവർ ട്രബിൾ. വാട്ട്സ് യുവർ ട്രബിൾ. വാട്ട്സ് യുവർ പ്രോബ്ലം. എന്താണ് നിങ്ങളുടെ പ്രശ്നം. വാട്ട്സ് യുവർ നമ്മൾ ബാക്കി ഒക്കെ ഇത്ര എന്ത് എന്നുള്ള ചോദ്യം. എന്താണ് വാട്ട്സ് യുവർ ട്രബിൾ. എന്താണ് കുഴപ്പം. എന്താണ് പ്രശ്നം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ട് ഉപയോഗിച്ച് ചേർക്കാറുണ്ട്. ഇനി വാട്ട് ഉപയോഗിച്ച് മറ്റൊന്ന്, വാട്ട്സ് യുവർ ഡെസിഗ്നേഷൻ. വാട്ട്സ് യുവർ ഡെസിഗ്നേഷൻ.
എന്താണ് നിങ്ങളുടെ ഔദ്യോഗികമായ പേര്? ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വാട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാട്ട് എന്ന വാക്കിനർത്ഥം എന്ത് എന്ന് നമ്മൾ പഠിച്ചു. എന്ത് എന്ന് പറയാൻ ഉപയോഗിക്കും. ഹു ഈസ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരാണ് നിങ്ങളുടെ അച്ഛൻ എന്നാണ്. വാട്ട്സ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, വാട്ട്സ് ദ ജോബ് ഓഫ് യുവർ ഫാദർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ജോലി, ആ അച്ഛൻ്റെ ജോലി എന്താണ് എന്നാണ്. വാട്ട് ആർ യു, നിങ്ങൾ ആരാണ്. ഹു ആർ യു, നിങ്ങൾ ആരാണ്. രണ്ടും ഒരു ഇംഗ്ലീഷിൽ. പക്ഷേ എന്താണ്, വാട്ട് ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നതെന്നാണ് അർത്ഥം ആക്കുന്നത്. ഹു ആർ യു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരാണ് എന്ന് അർത്ഥമാക്കും. ഇംഗ്ലീഷ് ഭാഷയിലെ ചോദ്യവാക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. വാട്ട് എന്നുള്ളത് പഠിച്ചു, ആദ്യമായിട്ട് പഠിച്ച വാട്ട് എന്നാണ്. വാട്ട്സ് എ മാറ്റർ, എന്താണ് കാര്യം, എന്താണ് കാര്യം, ചോദ്യമാണ്. വാട്ട്സ് എ മാറ്റർ. സോ നെക്സ്റ്റ് വാട്ട് ഹാപ്പൻഡ്. വാട്ട് വെച്ച് തന്നെ നമ്മൾ ചോദിക്കുന്നു. വാട്ട് ഹാപ്പൻഡ്, വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വാട്ട് വെച്ച് ഉപയോഗിക്കുകയാണ്. നെക്സ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്ന സംഭവമാണ് വേർ. വേർ എന്നാണ്, വേർ എന്നാണ് നമ്മൾ അത് ഉച്ചരിക്കുന്നത്. വേർ എന്ന് നമ്മൾ മറ്റ് WR ആണ്. വേർ, യെസ്, വേർ ഈസ് യുവർ ഹൗസ്, യെസ്, വേർ. എവിടെ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. വേർ എന്ന് ചോദിച്ചാൽ എവിടെ, എവിടെ എന്നാണ്. എവിടെ പോകുന്നു. വെർ ആർ യു ഗോയിങ്, യെസ്. താങ്കളുടെ വീട് എവിടെയാണ്, വീട് എവിടെയാണ്. മലയാളത്തിൽ നമ്മൾ ചോദിക്കാറുണ്ട് താങ്കളുടെ വീട് എവിടെയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വേർ ഈസ് യുവർ ഹൗസ്, വേർ ഈസ് യുവർ ഹൗസ്, വേർ ഈസ് യുവർ ഹൗസ്, നിങ്ങളുടെ വീട് എവിടെയാണ്. നെക്സ്റ്റ്, താങ്കൾ എവിടെ പോകുന്നു, എവിടെ പോകുന്നു, എവിടെയാണ് താങ്കൾ പോകുന്നത്. വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, എവിടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വേർ ആർ യു ഗോയിങ്, താങ്കൾ എവിടെ പോകുന്നു, താങ്കൾ എവിടെയാണ്, താങ്കൾ എവിടെയാണ്. വേർ ആർ യു, വേർ ആർ യു. ഇനി അയാൾ എവിടെയാണ്, അയാൾ എവിടെയാണ്, ചോദ്യമാണോ. വേർ ഈസ് ഹി, വേർ ഈസ് ഹി, എവിടെയാണ്. അവൾ എവിടെയാണ്. വേർ ഈസ് ഷീ, വേർ ആർ ദേ, വേർ ആർ യു, വേർ ആർ വി, നമ്മൾ എവിടെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വേർ വെച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ വേർ എന്ന വാക്കിനർത്ഥം എവിടെ എന്നാണ്. വേർ ഈസ് ഷീ ഗോയിങ്, അവൾ എവിടെ പോകുന്നു, അവൾ എവിടെ പോകുന്നു. Where is she going? Where is she going? Where is she going? എവിടെയാണ്. Where are you going? ഓക്കെ, നിങ്ങൾ എവിടെ പോകുന്നു. അപ്പോൾ where എന്ന where is your house? Where is the police station? പോലീസ് സ്റ്റേഷൻ എവിടെയാണ്. പോലീസ് സ്റ്റേഷൻ എവിടെയാണ്. പോലീസ് സ്റ്റേഷൻ എവിടെയാണ്. Where is the police station? Where is the police station? Police station. Where is the police station? Police station എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് നമ്മൾ. Where is the police station? രാമു എവിടെയാണ്. രാജു എവിടെയാണ്. രാജു എവിടെയാണ്. എവിടെയാണ്. Where is Mr. Raju? Where is Mr. Raju? Where is Mr. Raju? Where is the drinking water? Where നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെ എന്നുള്ള അർത്ഥത്തിലാണ്. Where എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ്. Where is your house? Where is your sister? Where is your mother? അപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് where. Where is your home? Home. What's the difference between home and house? So main thing is that home is the place where we live and house is the place where we stay എന്നാണ്. സോ എവിടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വേർ വെച്ച് ഉപയോഗിക്കുന്നത്. വെർ ഈസ് എ ഹൗസ്, വെർ ഈസ് എ മദർ, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വേർ എന്നുള്ള രണ്ടാമത്തെ ചോദ്യവാക്ക് അവസാനിപ്പിക്കാം. സോ വേർ എന്ന് ചോദിക്കുമ്പോൾ വേർ യു യെസ്റ്റർഡേ,
Where were you yesterday? Where were you yesterday? നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു ആണ്. Where are you today? Then where were you yesterday? Where are you today? ഇന്ന് നിങ്ങൾ എവിടെയാണ്, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു. സോ വേർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വേർ ആർ യു യെസ്റ്റർഡേ, വേർ ആർ യു ടുഡേ. ഇന്ന് നിങ്ങൾ എവിടെയാണ്, എവിടെയാണ്. ഇന്നലെ നിങ്ങൾ എവിടെ ആയിരുന്നു, എവിടെ ആയിരുന്നു. ഇതാണ് ഇതിൽ വരുന്നത്, ഇതാണ് ഇതിലും വരുന്നത്. Where are you today and where were you yesterday? So next, where did you buy this? Where did you buy this? From where you buy this? Okay, where did you buy this? ഇത് നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഇത് വാങ്ങിയത്, എവിടെ നിന്നാണ് ഇത് വാങ്ങിയത്. Where have you been? So അതുപോലെ തന്നെ where did you buy this pen? Where did you buy this pen? ഈ പെൻ എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയത് എന്നൊക്കെയാണ് ചോദ്യം. Where was it? അത് എവിടെയായിരുന്നു. Where was it? അത് എവിടെയായിരുന്നു. അത് എവിടെയായിരുന്നു. Where is it? അത് എവിടെയാണ്, എവിടെയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വേർ വെച്ച് ചോദിക്കുന്നു. Where is your father? നെക്സ്റ്റ് ചോദ്യമാണ്. Where is your father? Where is your sister? Where is your pen? Where is your house? Where is the bus stand? Where is the auto station? Where is the clear idea? എവിടെയാണ് യഥാർത്ഥ ഐഡിയ, ആശയമുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേറൊക്കെ വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അബ്സ്ട്രാക്റ്റ് ആയിരിക്കുന്ന, കോൺക്രീറ്റ് ആയിരിക്കുന്ന, അമൂർത്തമായ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ നമ്മൾ വേർ ഉപയോഗിക്കാറുണ്ട്. വേറിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വിച്ച് എന്നാണ്. വിച്ച് എന്താണ്? വിച്ച് എന്ന വാക്കിനർത്ഥം ഏത്. വിച്ച് ഏത് എന്നാണ്. ഏത്. Which subject you are studying? Which subject are you studying? Which subject are you studying? നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് ഉപയോഗിച്ചത്. അതിന് ശേഷം വിച്ചിന് ശേഷം നമ്മൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഓക്സിലറി വെർബ് ഓർ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. വിച്ച് സബ്ജക്റ്റ് ആർ യു സ്റ്റഡിങ്? ഏത് സബ്ജക്റ്റാണ്, ഏത് വിഷയമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിച്ച് സബ്ജക്റ്റ് ആർ യു സ്റ്റഡിങ്? വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് വേ ടു റെയിൽവേ സ്റ്റേഷൻ? വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് വേ ടു റെയിൽവേ സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വളരെ ഏറ്റവും റെയിൽവേ സ്റ്റേഷനിൽ ദൂരം കുറഞ്ഞ വഴി ഏതാണ്? റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം കുറഞ്ഞ വഴി ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചത്. വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് വേ ടു റെയിൽവേ സ്റ്റേഷൻ? സോ ആൻഡ് വിച്ച് സബ്ജക്റ്റ് ആർ യു സ്റ്റഡിങ്? Which is your favorite film? Which is your favorite film? ഏതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ഏറ്റവും ഇഷ്ടപ്പെട്ട
നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണോ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫിലിം? ഓക്കെ. വിച്ച് ലെസൺ ആർ യു ടീച്ചിങ്? വിച്ച് ലെസൺ ആർ യു ടീച്ചിങ്? ഏത് പാഠമാണ് നീ പഠിപ്പിക്കുന്നത്? ഏത് പാഠമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഏത് പാഠമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? അപ്പം വിച്ച് ലെസൺ ആർ യു ടീച്ചിങ്? ഏത് പാഠമാണ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദിസ് മന്ത്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡേ? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദിസ് മന്ത്? ഓഫ് ദിസ് മന്ത്. ഈ മാസത്തെ ആദ്യ ദിവസം ഏതാണ്? അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ വിച്ച് ഉപയോഗിക്കുന്നു. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫിലിം? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്? വിച്ച് ബുക്ക് ആർ യു സ്റ്റഡിങ് ഓർ വിച്ച് ബുക്ക് ആർ യു റീഡിങ്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിച്ച് വെച്ച് നമ്മൾ ചോദിക്കണം. ഓക്കെ. വിച്ച് ഏത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. വിച്ച് ബുക്ക് ഡു യു ഹാവ്? വിച്ച് ബുക്സ് ഡു യു ഹാവ്? നിങ്ങൾക്ക് ഏതൊക്കെ ബുക്കുണ്ട് അല്ലേ? ഏതൊക്കെ ബുക്ക് നിങ്ങളുടെ കൈവശമുണ്ട്? ഏതൊക്കെ ബുക്ക് നിങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ള ചോദ്യമാണ് പറയുന്നത്. വിച്ച് റോഡ് ഡിഡ് ഹി ഗോ? ഏത് വഴിയിലൂടെയാണ് അദ്ദേഹം പോയത്? ഏത് വഴിയിലൂടെ ആണ് പോയത്? ഏത് വഴിയിലൂടെയാണ് അദ്ദേഹം പോയത്? വിച്ച് ഈസ് മൈ പ്ലേസ്? വിച്ച് ഈസ് മൈ പ്ലേസ്? ഏതാണ് എൻ്റെ സ്ഥലം? ഏതാണ് എൻ്റെ സ്ഥലം? ഏതാണ് എൻ്റെ സ്ഥലം? വിച്ച് ആനിമൽ ഹാസ് എ ട്രങ്ക്? has a trunk. ഏത് മൃഗത്തിനാണ് തുമ്പിക്കൈയുള്ളത്? ഏത് മൃഗത്തിനാണ് തുമ്പിക്കൈ ഉള്ളത്? ഇത്തരം കാര്യങ്ങൾ പറയാം നമ്മൾ വിച്ച്. ഒരിക്കൽ കൂടി പറയുമ്പോൾ വിച്ച് എന്ന വാക്കിനർത്ഥം ഏത് എന്നാണ്. ഏത് ഏതാണ്? ഏത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഏത്